ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട മലയാളികളുടെ പ്രത്യേകിച്ച് പൊതുവികാരമായിട്ടുള്ള ഏത്തയ്ക്കാപ്പം. വാഴയ്ക്കാപ്പം, പഴംപൊരി, അങ്ങനെ പലത് പറയും. പല നാട്ടിൽ പല രീതിയിലാണ് അറിയപ്പെടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും തയ്യാറാക്കുന്നത് ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതി കാണിക്കാമേ. ഇപ്പോൾ 1.5 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുക കേട്ടോ. ഇത് പാല് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, വെള്ളമായാലും മതി. ഇപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്തത് 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. 1/2 ടീസ്പൂണെങ്കിലും ഉള്ളതാണ് നല്ലത്. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മുടെ പുട്ടിൻ്റെ പൊടിയില്ലേ. ഏത്തയ്ക്കാപ്പത്തിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ക്രിസ്പായിട്ടിരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ പുട്ടുപൊടി ചേർത്താൽ മതി കേട്ടോ. ഇല്ല, സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈദ മാത്രം മതി. ഇപ്പം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആ ഒരു ഊഹത്തിനങ്ങ് എടുക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേശ്ശെ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ രണ്ടാമതെടുത്ത 1/2 കപ്പിൻ്റെ കുറേശ്ശെയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് ഫുള്ള് തീർന്നു. അപ്പം നമുക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമായിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായതുകൊണ്ട് വേറെ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റുമായിരുന്നേ. കഴിയുന്നത് ഞാൻ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോന്നും ഞാൻ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണാമല്ലോ, ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പം അതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇടുക കേട്ടോ. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത്തയ്ക്ക കറക്റ്റായിട്ട് പഴുത്തതായിരിക്കണം കേട്ടോ. ചെറുതായിട്ട് പോലും കറച്ചവ ഉണ്ടാവരുതേ. ഇപ്പം ആ മധുരം പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 1/4 കപ്പോട് ഇടുക. അപ്പം 3/4 കപ്പ് പഞ്ചസാരയായി. ഈ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. കൂട്ടേണ്ട ആവശ്യം എന്തായാലും വരില്ല, കാരണം ഞങ്ങളൊക്കെ നന്നായിട്ട് മധുരം കഴിക്കുന്നവരാണ്. അത് കാരണം ഇത് പെർഫെക്റ്റ് ആയിരിക്കും. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ചിലർ ഈ ഏത്തയ്ക്കാപ്പത്തിൻ്റെ മാവിൽ പഞ്ചസാര ഇടാറ് പോലുമില്ല. നല്ല പഴുത്ത ഏത്തയ്ക്ക, നല്ല മധുരമുള്ള ഏത്തയ്ക്കൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പഞ്ചസാരയുടെ ആവശ്യം തന്നെയില്ല. അപ്പം നമുക്കതിനെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, മലയാളികൾക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവാതെ വരില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളേ. പിന്നെ ഈ വാഴയ്ക്കാപ്പം തിരിച്ചിടുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് 2 ഫോർക്ക് യൂസ് ചെയ്തിട്ട് അത് തിരിച്ചിടുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം അത് നമുക്ക് ഏത്തയ്ക്കാപ്പങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പെതുക്കി ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിലും ഒക്കെ ഏറ്റവും എളുപ്പം എനിക്ക് ഫോർക്കായിട്ട് തോന്നിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. പിന്നെ ചിലർ ഈ മാവിനകത്ത് മഞ്ഞൾപ്പൊടി ഇടും, ചിലർ ജീരകം ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അതിനോട് എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇടാറില്ല. അപ്പം നമ്മുടെ അവസാനത്തെ ബാച്ച് ഏത്തയ്ക്കാപ്പവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ഏറ്റവും നല്ലൊരു സ്നാക്കല്ലേ ഇത്. പിന്നെ ഞാൻ ആ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ കുറേ നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ തിരക്കായതുകൊണ്ടാണത് കാണാഞ്ഞെന്നറിയാം. സൗകര്യപ്പെടുന്നവർ അത് പോയി കാണണേ. അത് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു.